പൊന്നാനി ബോട്ട് അപകടത്തിൽ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസ്. കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് കോസ്റ്റൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. MS ലിഷോയ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, കപ്പൽ ചാലിലല്ല ഈ സംഭവം ഉണ്ടായത് എന്ന വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ അന്വേഷണം നടക്കണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്താണ് നടപടിയുടെ വിശദാംശങ്ങൾ? കോസ്റ്റൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നിലവിൽ നടത്തുന്നത്. കോസ്റ്റൽ പോലീസ് ഈ കപ്പൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും അതുപോലെ തന്നെ അപകടം ഉണ്ടാക്കിയതിനുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ കോസ്റ്റൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കപ്പലിനടുത്തുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ അപകടത്തിന്റെ വിവരം പുറത്തറിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കപ്പൽ ജീവനക്കാരും നിലവിൽ കപ്പലിനകത്ത് തന്നെയാണ് ഉള്ളത്. ഈ കപ്പൽ ജീവനക്കാർ ഇടപെട്ടാണ് നേരത്തെ ഈ അപകടം നടന്ന സമയത്ത് ഈ അപകടത്തിൽപ്പെട്ട ബോട്ട് മത്സ്യത്തൊഴിലാളികളെ അവിടെ നിന്നും നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്തായാലും ആരംഭിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം രാവിലെയാണ് ഈ തൊഴിലാളികളെ കരയ്ക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ കപ്പൽ ചാലിൽ വെച്ചല്ല അപകടമുണ്ടായതെന്ന് ഉറപ്പിച്ചു പറയുന്നു മത്സ്യത്തൊഴിലാളികൾ. വലയിട്ട് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് കപ്പൽ എത്തി ഇടിക്കുകയായിരുന്നു എന്നാണ്. കപ്പൽ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പുറകിൽ വന്ന് ഇടിച്ച സമയത്താണ് തൊട്ടടുത്തെത്തിയ സമയത്താണ് കപ്പൽ കണ്ടതെന്നും ആ സമയത്ത് മാറാനോ അല്ലെങ്കിൽ അപകടം ഒഴിവാക്കാനോ കഴിയുന്നൊരു സാഹചര്യമല്ലായിരുന്നു എന്നുമാണ് ഈ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ബോട്ട് രണ്ടായി പിളരുകയും അതിനോടൊപ്പം തന്നെ ഈ ബോട്ടിലുണ്ടായിരുന്ന സ്രാങ്കും മറ്റൊരു മത്സ്യത്തൊഴിലാളിയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 4 പേർക്ക് പരിക്കേറ്റിരുന്നുവെങ്കിൽ പോലും അവരുടെ ആരോഗ്യനില മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ തന്നെ അവർ ആശുപത്രി വിടുകയും ചെയ്തു.